ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1.5 മാസം മുന്നേ നമ്മൾ നട്ട കോളിഫ്ലവറിൻ്റെ ഒരു വളർച്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് ഏകദേശം കായായിട്ട് വന്നിട്ടുണ്ട്. കോളിഫ്ലവർ ഏകദേശം കായായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാം. 2 തൈകളാണ് ഇപ്പോൾ കായായിട്ട് വന്നിട്ടുള്ളത്. ഇതിന് സാധാരണ മറ്റ് പച്ചക്കറി തൈകൾക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വളങ്ങളെക്കുറിച്ച് വ്യക്തമായ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണാത്തവർക്കായി ഒന്നുകൂടി പറയാം. കഞ്ഞിവെള്ളം, ചാണകവെള്ളം, ശീമക്കൊന്നല ഇട്ട് വെച്ച വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കൂടാതെ 2 ആഴ്ചയിലൊരിക്കൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഈ തൈകൾ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഒരു 10 ഗ്രോ ബാഗോളം കോളിഫ്ലവർ നട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്നുപോലും സക്സസ്സായി വന്നിട്ടില്ല. കാരണം ഇത് നട്ടത് ഞാൻ നല്ല മഴയുള്ള സീസണിലായിരുന്നു. കൂടാതെ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. കോളിഫ്ലവർ, ക്യാബേജ്, ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറി ശീതകാല പച്ചക്കറികളാണ്. ആ ഒരു സമയത്ത് നടുമ്പോൾ കൂടുതൽ വിളവ് നമുക്ക് കിട്ടും. ഈ ഗ്രോ ബാഗുകളിൽ കാണുന്നത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളാണ്. ഇത് നട്ടിട്ട് 3 ആഴ്ച ആവുന്നേ ഉള്ളൂ. ഏകദേശം ഗ്രോത്തായി വന്നിട്ടുണ്ട്. രണ്ടാമത് വളം ചെയ്യാനുള്ള സമയമായി. അപ്പോഴേ ഒന്നുകൂടി ഗ്രോത്തായി വരികയുള്ളൂ. വളം ചെയ്യുന്നത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. കോളിഫ്ലവർ വിളവെടുക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.